ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മളെ മല്ലിച്ചപ്പ് കൃഷി കേട്ടോ ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവരും നമ്മൾ മല്ലിച്ചപ്പ് നടുന്നതാണ് ഈ കണ്ടിന്യത്. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉണ്ടായതൊന്ന് കാണണം എന്നുള്ളതൊന്ന് ഇങ്ങനെ കമൻ്റായിട്ട് അറിയിച്ചിന് കേട്ടോ. ഇതുണ്ടായിട്ട് ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത്. അപ്പം നമ്മളിത് മല്ലി ഇട്ട് വളർത്തിയതാണ് കേട്ടോ. നമ്മൾ പൊടിപ്പിക്കാൻ കൊണ്ടുവന്ന മല്ലി ഉണ്ടല്ലോ, അപ്പം മല്ലിയിൽ നിന്ന് കുറച്ച് മല്ലി നമ്മളിങ്ങനെ മാറ്റി ഇങ്ങനെ തഴിക്ക് വേണ്ടിയിട്ട് നട്ടതാണ്. അപ്പോൾ അത് അത്യാവശ്യത്തിന് തന്നെ നല്ലോണം ഉഷാറായിട്ട് നമ്മളെ മല്ലിച്ചപ്പ് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഓരോന്നിലേക്ക് ഇങ്ങനെ പിരിച്ച് കുഴിച്ചിടണേ. അപ്പം കണ്ടില്ലേ, എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പം നമുക്ക് ഇതുപോലെ നട്ടാൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നെ. അപ്പം ഞാൻ നടുന്നത് മാത്രമാണ് കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞിട്ട് ഉണ്ടായത് നിങ്ങൾക്ക് കാണട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായിട്ടോ. നമുക്ക് ഓരോ നടുന്നതും ഓരോ രീതിയിൽ നടുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരും. അതിൻ്റെ ശേഷം ഞാൻ ഉണ്ടായതിൻ്റെ ശേഷമുള്ളതും ഞാൻ കാണിച്ചു തരും കേട്ടോ. നമ്മളിങ്ങനെ ഒരു തക്കാളി ബോക്സിലാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. നമ്മളിന് എന്ത് ഒഴിവാക്കിയത് കിട്ടിയാലും നമ്മൾ ഒഴിവാക്കൂലല്ലോ. പൊട്ടിയ പാത്രങ്ങളും വേസ്റ്റ് ആക്കിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിലൊക്കെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കൽ. ചെടികളായിട്ടും കൃഷികളായിട്ടും. പിന്നെ സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെയാണ് നടാൻ പറ്റുക കേട്ടോ. അപ്പം നമ്മളതാ മല്ലിയില കണ്ടില്ലേ, നമ്മളെ വീട്ടുമുറ്റത്ത് ഇങ്ങനത്തെ ഒരു മല്ലിയില. ഇത് മല്ലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും വേണ്ടതാട്ടോ, എല്ലാ കറികളിലേക്കും ഉപയോഗിക്കാനൊക്കെ അത്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊണ്ടുവരും. അത് 1-2 ദിവസമൊക്കെ നമ്മളടുത്ത് നിൽക്കുകയുള്ളൂ. അപ്പോഴത്തേനും പിന്നെ അത് ചീഞ്ഞ് പോകും. നമ്മൾ ഫ്രിഡ്ജിൽ അതിനായിട്ട് നമ്മൾ സെറ്റാക്കി ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ, എന്നാലും ഒരാഴ്ചയൊക്കെ കിട്ടും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് നട്ട് പിടിപ്പിച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് വെക്കേണ്ടിട്ടോ. ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചത്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മാറ്റി പിരിച്ച് കുഴിച്ചിടണം. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് നനച്ച് അവിടെ ഒന്ന് ഡെയിലി ഒന്നരാടെ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു വാരും കേട്ടോ. അടിച്ചു വാരിയിട്ട് നമുക്കുള്ള അതിൻ്റെ ചവേലകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊരു ചാക്കിലേക്കാട്ടോ ആക്കി വെക്കൽ. ചാക്കിലേക്കോ എന്തിനാ നമ്മൾ ഒഴിവാക്കിയതുള്ളത് അതിലേക്കാട്ടോ ഞാനിതൊക്കെ നമ്മളെ ഈ ചവേരയൊക്കെ നടിച്ച് വാരി അതിലേക്ക് ആക്കൽ. പിന്നെ അതിലേക്ക് ആ ചവേരേൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് മണ്ണും അതുപോലെ പച്ചക്കറീൻ്റെ ഉള്ളിത്തൊണ്ട് അങ്ങനത്തതൊക്കെ നമ്മൾ ചാക്കിലേക്കാക്കി കുറച്ച് മണ്ണൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും നട്ട് പിടിപ്പിക്കലാണ് സാധാരണ ചെയ്യൽ കേട്ടോ. അതുപോലെ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നമുക്ക് അത്യാവശ്യത്തിനുള്ളത് നമ്മളെ വീട്ടുമുറ്റത്ത്. നമുക്ക് സ്ഥലമില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അധികം സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല, കുറഞ്ഞ സ്ഥലമുള്ളത് കേട്ടോ. ഉള്ള സ്ഥലത്ത് ഞാൻ ഇതുപോലൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കും കേട്ടോ. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ. ഉണ്ടാണത് കാണുന്നതും ഒന്നാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം ഞാൻ തട ഈ ചാക്ക് ഇതാ പൊടിഞ്ഞ് പോയിട്ട് വെയിലിൻ്റെ ചൂടുണ്ട്, എന്ത് ശക്തമായിട്ടുള്ള വെയിലാണ്. ഞാനിതിപ്പോൾ 2 ദിവസം മുന്നേ ഈ ചാക്കിലേക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചു വാരി ചവേലകൾ ഇങ്ങനെ ഇട്ട് വെച്ചതാണ്. ഇപ്പം ഇന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ചാക്കൊക്കെ പൊടിഞ്ഞ് പോയിന്, ചൂടിൻ്റെ ഒരു ശക്തി. അതുപോലെ നമ്മളെ ഇതൊക്കെ ഒന്നരാടനല്ല ഡെയിലി തന്നെ നനച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് നനക്കാൻ കഴിയാത്ത സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ കുപ്പിയിലൊക്കെ വെള്ളമാക്കിയിട്ടാണ് സാധാരണ പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ വെച്ച് കൊടുക്കൽ. ഒരു ഈർപ്പം അവിടെ, നനവിൻ്റെ ഒരു ഈർപ്പം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചാക്കിലേക്കായിട്ട് മാറ്റി വെച്ചിന്. അതുപോലെ ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ചാക്കിൽ കുപ്പികളിൽ ഒക്കെയാണ് ഞാൻ നട്ടുപിടിപ്പിക്കൽ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടി മല്ലിച്ചപ്പ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിനി മല്ലിച്ചപ്പ് ഉണ്ടാവണില്ല, ഞങ്ങൾ ഇതുപോലെ നട്ടിട്ട് ചീഞ്ഞ് പോവുകയാണെന്ന്. ഒരുപാട് ആൾക്കാർ തന്നെ നടുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതുണ്ടല്ലോ, ഞാനും അതുപോലെ നട്ടിനിട്ടു. എൻ്റെ അത് അത്യാവശ്യം ഉണ്ടായിനി. പിന്നെ അധികം അത് വേഗം തന്നെ നശിച്ചു പോവുകയും ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതുപോലെ വിത്ത് ഇട്ടിട്ട് നമുക്ക് നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി സക്സസ് ആയത് തോന്നുന്നത് നമ്മൾ വിത്തിട്ട് മല്ലിച്ചപ്പ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിൻ്റെ അടിഭാഗം തണ്ട് മുറിച്ച് നടുന്നതിനായിട്ടും എത്രയോ നല്ലത് നമ്മൾ മല്ലി ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ നടുക. ഇനി നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ കുപ്പികളിലൊക്കെ നമുക്ക് ഓരോന്ന് മാറ്റി ഇങ്ങനെ നട്ട് പിടിപ്പിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അധികം നിലത്ത് നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കുപ്പികളിലും ചാക്കുകളിലും ഒക്കെ നട്ട് പിടിപ്പിക്കുന്നത്. പിന്നെ നമ്മളെ പച്ചക്കറിയൊക്കെ ഒരുവിധമൊക്കെ കഴിയാനായി. ഇനി നമുക്ക് ഇത് ചാക്കുകളിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് പുതിയ പച്ചക്കറികൾ വീണ്ടും നടണം. നമുക്ക് നടാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങനെ നടുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ്, എന്തൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാട്ടോ. നമ്മളെ ചെടികളും പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ പച്ചപ്പ് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ കാണുമ്പോണ്ടല്ലോ
എത്ര ടെൻഷനുള്ള ആൾക്കാർക്കും നമ്മളെ മുറ്റത്തേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒരു തക്കാളി, ഒരു വെണ്ട, ഒരു വഴുതന അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവില്ല അതിനായിട്ടുള്ളൊരു സന്തോഷം. ഇതുപോലൊക്കെ സന്തോഷമുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക കേട്ടോ. ഇതുപോലെ മല്ലിച്ചപ്പ് ആരൊക്കെ നട്ടുന്ന് അതൊക്കെ ഒന്നായിട്ട് അറിയിക്കുക. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും, എന്തിലൊക്കെയാണ് ഉണ്ടാവുക ഉള്ളത് എന്നൊക്കെ ചെയ്ത് നോക്കും. ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഉണ്ടായതിൻ്റെ ശേഷമുള്ളതുണ്ടല്ലോ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ല എന്ന് തന്നെ ഞാൻ പറയട്ടോ. പിന്നെ ഞാനിതാ ഈ ബോട്ടിൽ കുപ്പികളിലൊക്കെ വെള്ളം നിറക്കണം. ഇപ്പം നല്ല ചൂടാണല്ലോ. ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ കുപ്പികളിലാക്കി വെക്കലാണ് കേട്ടോ നമ്മളെ പച്ചക്കറിക്കൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഈർപ്പം നിൽക്കട്ടെ വിചാരിച്ചിട്ട് വെള്ളത്തിൻ്റെ അധികം അല്ലെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മളെ തക്കാളിയൊക്കെ ഇനി ഒഴിവാക്കാനാണ്. തക്കാളിയും വഴുതന ഇപ്പോൾ ഒന്നുകൂടി ഉഷാറായി വരികയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മത്തൻ്റെ വള്ളിൻ്റെ അതെല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട്. അതും ടെറസിൻ്റെ മുകളിൽ നട്ട് വെച്ചത്. അത് പൂവിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. നമുക്ക് ഉണ്ടാവുമല്ലോ എന്നൊക്കെ നമുക്ക് ശ്രമിച്ചാലാണ് നമുക്ക് എന്ത് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ശ്രമിക്കാതെ ഫസ്റ്റ് തന്നെ നടണതിൻ്റെ മുന്നേ നമ്മളത് ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ഉണ്ടാവുകയല്ല കേട്ടോ. ഉണ്ടാവും എന്നുള്ളൊരു നെയ്യത്ത് വെച്ച് നമ്മൾ നട്ട് നോക്കേണ്ടി എന്തായാലും ഉണ്ടാവും. അതൊരു ഉറപ്പാണ് കേട്ടോ. എനിക്ക് ഇതിനോടൊക്കെ പിന്നെ എന്താ പറയുക, കോഴികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കോഴികൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. കോഴികളൊക്കെ വന്ന് വേഗം പെട്ടെന്നുണ്ടല്ലോ ഒക്കെ ചെടികളൊക്കെ മുറ്റത്താണുള്ളത്. അതിൻ്റെ ഇടയിലൂടെ കോഴിയൊക്കെ ഒന്ന് വന്ന് കുത്തി നോക്കും കേട്ടോ. പിന്നെ നമ്മൾ 2 പ്രാവശ്യം ആട്ടി ഏറ്റവും പഠിപ്പിച്ചാൽ പിന്നെ ഏറ്റൊക്കെ അറിയാത് നമ്മൾ നട്ട് പിടിപ്പിച്ചതാണ്, നശിപ്പിക്കരുത് എന്നുള്ളത് ഓർക്കും അറിയാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഇതുപോലെ കുപ്പികളിൽ വെള്ളം നിറച്ചിട്ട് ചിലതിനൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് എവിടെ നിന്ന് ഇങ്ങനത്തെ വേസ്റ്റ് കുപ്പികളും കാര്യങ്ങളൊക്കെ കിട്ടിയാലും നമ്മൾ അതുപോലെ കൊണ്ടുവരലാണ്, ഒന്നും ഒഴിവാക്കുകയല്ല. നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞത്, അതൊക്കെ കൊണ്ടുവരിക, അതിലൊക്കെ നട്ട് പിടിപ്പിക്കുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെ കമൻറ്റ് കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് റീപ്ലൈ തന്നിട്ടുണ്ട്, റീപ്ലൈ തരാത്തവരുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഞാനൊക്കെ ഒഴിവ് സമയത്ത് അതിനനുസരിച്ചുള്ള റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാട്ടോ. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ കമൻറ്റാണ് കാര്യമായിട്ട് അറിയിക്കേണ്ടത്. കമൻറ്റിലൂടെ നമുക്ക് കൂടുതൽ കാര്യം നമ്മളെയുള്ള തെറ്റുകളോട് നമുക്ക് തിരുത്താൻ പറ്റും. ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.